ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായിട്ട് ഒരു മലയാളി നിയമിതനാവുകയാണ് ഡോക്ടർ മുഹമ്മദ് അലി. അദ്ദേഹത്തെ ഗൾഫാർ മുഹമ്മദ് അലി എന്ന് പറഞ്ഞാലാണ് നമ്മൾ അറിയുക. കേരളം ഒരുപാട് അതിസമ്പന്നരായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ എഡ്യൂക്കേഷനെ കുറിച്ച് ഇത്രയും പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുന്ന, അതിനുവേണ്ടി ഇത്രയധികം വർക്ക് ചെയ്യുന്ന മറ്റൊരു ബില്യണയറെ കേരളം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. 17-ാമത്തെ വയസ്സിൽ മിസോറാമിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ തുടങ്ങിയ തന്റെ കരിയർ ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഒട്ടനവധി ബിസിനസ് സംരംഭങ്ങളിൽ എത്തി നിൽക്കുന്നു. ബിസിനസ് സംരംഭങ്ങൾക്കപ്പുറം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം സമൂഹത്തിന് തിരിച്ചു നൽകുന്ന രീതികളാണ്. PM ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കേരളത്തിന്റെ മണ്ണിൽ 30 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകൾ മത ജാതി ഭേദമന്യേ നൽകിയ മറ്റൊരു ഓർഗനൈസേഷൻ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് നിസ്സംശയം പറയാം. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് ഗസ്റ്റ് ഡോക്ടർ P. മുഹമ്മദ് അലിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും കാഴ്ചപ്പാടുകളും എല്ലാം നമുക്കൊന്ന് കേൾക്കാം. പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ PM ഫൗണ്ടേഷൻ്റെ ഒരു ഫെല്ലോ ആയിരുന്നു 2007 ബാച്ചിലെ. ഇപ്പോൾ ട്രസ്റ്റ് കൂടിയാണ്. ആൻഡ് അപ്പോൾ ആ നിലയ്ക്ക് എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ജേർണിയെ വളരെയധികം സ്വാധീനിച്ച ഒരാൾ കൂടിയാണ് മുഹമ്മദ് അലി സാറും അതോടൊപ്പം PM ഫൗണ്ടേഷനും. സോ വെൽക്കം സർ. താങ്ക് യു അജ്മൽ. വളരെ സന്തോഷമുണ്ട് അജ്മൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നുവെന്ന് അറിഞ്ഞതിൽ. കാരണം നമ്മൾ ആ യാത്രയിൽ കൂടെ നമ്മളൊരു സഹയാത്രികരായിരുന്നല്ലോ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ PM ഫൗണ്ടേഷൻ്റെ ഫെല്ലോ ആയിരുന്നു, പിന്നെ ഇപ്പോൾ ട്രസ്റ്റിയാണ്. ദാറ്റ് ഈസ് യു ഹാവ് ആൾസോ വി ആർ ഓൾ ഗോയിങ് ത്രൂ ദ സെയിം ജേർണി. യെസ് താങ്ക് യു സർ. ഞാൻ സാറിൻ്റെ ജേർണി ഇങ്ങനെ കുറച്ച് കേട്ടപ്പോഴും വായിച്ചപ്പോഴൊക്കെ സാറ് 1960s സാറിൻ്റെ ഒരു പ്രൊഫഷണൽ ജേർണി തുടങ്ങുന്നത് ഒരു നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് എന്ന് ഞാൻ മിസോറാം ബോർഡർ റോഡ് ഓർഗനൈസേഷൻ റൈറ്റ്. അപ്പോൾ ഒരു പക്ഷെ കേരളത്തിൽ നിന്ന് അങ്ങോട്ടുള്ളൊരു ജേർണീനെ സാറെ എന്തായിരിക്കും സാറിന് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വരാനുള്ള റീസൺ? അത് പറയുകയാണെങ്കിൽ അങ്ങനെയില്ല, അത് നമ്മുടെ കേരളത്തിൻ്റെ പൊതുവെയുള്ളൊരു സ്റ്റോറി തന്നെയാണ്. നമ്മൾ 60കളിൽ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നും കേരളത്തിൽ അധികം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ജനിച്ചത് തളിക്കുളം വലപ്പാട്, അവിടെയാണ് ഞങ്ങളുടെ വീട് തറവാടൊക്കെ. അന്ന് ആ ഭാഗത്ത് ഒരു കോളേജുകളൊന്നുമില്ല. ആകെയുള്ളത് ശ്രീരാമ പോളിടെക്നിക് ആണ് ഉണ്ടായത്. അല്ലെങ്കിൽ സാധാരണ നിലയ്ക്ക് ഈ അന്ന് 12ാം ക്ലാസ്സില്ല, 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു ടൈപ്പിങ്ങിന് പോയിട്ട് സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു ജോലിയാണ് നാട്ടുകാരുടെ അന്നത്തെ സ്വപ്നം. അപ്പോഴാണ് ഇങ്ങനെ പോളിടെക്നിക്ക് വന്നത്. അപ്പോൾ പോളിടെക്നിക്കിൽ വന്നപ്പോൾ അന്ന് SSLCക്ക് ശേഷം അവിടെ അഡ്മിഷൻ കിട്ടി. അവിടെ 3 കൊല്ലം പഠിച്ചു. പിന്നീട് അന്ന് അന്ന് ബോർഡർ റോഡ്സ് ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സ് എന്നാണ് പറയുക. അതിൻ്റെ കീഴിൽ അവർക്ക് അന്ന് ബോർഡർ റോഡ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം. നേഫ ഏരിയ, നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ട് ഏരിയ, അതായത് ഇന്നത്തെ മേഘാലയ, മിസോറാം, ഭൂട്ടാൻ, ആ ഏരിയയിൽ റോഡുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റോഡുകൾ ഉണ്ടാക്കാൻ, നമ്മുടെ അതിർത്തി സംരക്ഷണ സേനയ്ക്ക് വേണ്ടിയുള്ള റോഡുകൾ ഉണ്ടാക്കാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കൂടുതൽ ജോലിക്ക് സാധ്യതകളുണ്ട്. അവിടെ അപ്ലൈ ചെയ്തു, അങ്ങനെ ജോലി കിട്ടി, അങ്ങനെ പോയതാണ് 67 1967. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് 18 വയസ്സിൽ ഞാൻ ജോലി തുടങ്ങിയതാണ് യാത്ര. അവിടുന്ന് പിന്നെ 1970 ഞാൻ ദുബൈയിൽ വന്നു. എന്തായിരുന്നു സാർ ഇപ്പോൾ അങ്ങനത്തെ ഒരു ജോബിൽ നിന്ന് ദുബായിലോട്ട് വരാനുള്ള റീസൺ? ദുബായ് ഒന്നും അല്ലല്ല, ദുബായ് അന്നും ഒരു സ്വപ്നഭൂമിയായി തുടങ്ങുന്ന സമയമാണ്. ദുബായ് അന്ന് കേരളക്കാർക്ക് മലേഷ്യ, സിംഗപ്പൂർ, കൊളംബോ, അന്ന് കൊളംബോയിൽ പോകുന്നതും വലിയ കാര്യമാണ്. ശ്രീലങ്ക അന്ന് കൊളംബോ. പിന്നെ ഈ 60കളുടെ അവസാനത്തോടുകൂടിയാണ് ഈ ഗൾഫിലെ ദുബായ് ഭ്രാന്ത് തുടങ്ങിയത്. അങ്ങനെയാണ് അന്ന് ഞാൻ ഗൾഫിലിരിക്കുമ്പോൾ തന്നെയാണ് പാസ്പോർട്ടൊക്കെ, എൻ്റെ വാപ്പ പാസ്പോർട്ടൊക്കെ അറേഞ്ച് ചെയ്ത്. അതിനുശേഷം അന്നത്തെ അതിൻ്റെ 3 കൊല്ലത്തെ കോൺട്രാക്ട് ആയിരുന്നു ഗവൺമെൻറ് ജോലി. അന്ന് കോൺട്രാക്ട് വർക്കാണ്. കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പോന്നു. അപ്പോഴേക്കും എൻ്റെ ഉപ്പാടെ ഒരു സുഹൃത്ത് വഴി, ഞങ്ങളുടെ ആകുന്ന ബന്ധു വഴി ഒരു
വിസ, ദുബൈയിലേക്കുള്ളൊരു വിസ അറേഞ്ച് ചെയ്ത് അങ്ങ് പോയി. അപ്പോൾ അവിടെ നിന്ന് 70-ലാണ് ഞാനവിടെ ദുബൈയിലെത്തുന്നത്. അന്ന് സ്വർണ്ണവില എന്ന് പറഞ്ഞത് 90-95 റുപ്യുള്ളൂ പവന്. ഇന്ന് 90,000 ആയി. അപ്പോൾ 1000. അതേപോലെ ഓയിലിൻ്റെ വില കൂടുതൽ $1-1.5 ഉള്ളൂ. ആ സമയത്താണ് 70-ൽ ഞാൻ ഒരു ഡോളറിന് 3 റുപ്യ കിട്ടുന്ന സമയം. അപ്പോൾ അങ്ങനെയാണ് ആ സമയത്താണ് പോക്ക്. അവിടെ ചെന്ന ഉടനെ തന്നെ എനിക്ക് എൻ്റെ ഒരു ജോലി കിട്ടി. അവിടെ നിന്ന് ആദ്യത്തെ ഒരു ജോലി 14 ദിവസം ചെയ്തപ്പോൾ അത് ശരിയാവില്ല എന്ന് തോന്നി. അതേ മുതലാളിയുടെ അൽഗുറൈം കമ്പനിയിലെ തന്നെ ബാങ്കിൽ, അന്ന് ബാങ്ക് ഓഫ് ഒമാൻ, ഇന്നത്തെ മഷ്രിഖ് ബാങ്ക്, അതിൽ ജോലി കിട്ടി. അന്ന് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒരൊറ്റുള്ളൂ, ബ്രാഞ്ചൊന്നുമില്ല. അങ്ങനെ അവിടെ 3 മാസം ജോലി ചെയ്ത് പിന്നെ വീണ്ടും വേറെ ജോലികൾ അപ്ലൈ ചെയ്ത് അങ്ങനെ ദുബായിലെ പോർട്ട് റാഷിദ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ഉണ്ടായിരുന്നു. അതിൽ ജോലി കിട്ടി. അവിടെ 14 മാസം ജോലി ചെയ്തു. ഓക്കെ. അപ്പോഴാണ് ഒമാനിൽ, ഇപ്പോൾ അന്ന് UAE ഇല്ല, അന്ന് ദുബായ് ആണ്. ദുബായിൽ QDR എന്നാണ് കറൻസി, ഖത്തർ ദുബായ് റിയാൽ. അപ്പോൾ അവിടുന്ന് 71-ലാണ് UAEയുടെ ഫോർമേഷൻ. 73-ലാണ് ഈ ഓയിൽ പ്രൈസസ് കൂടുന്നത്. നമ്മുടെ ഇസ്രായേലി ഈ യുദ്ധത്തിന് ശേഷം ജമാൽ അബ്ദുൽ നാസറിൻ്റെ അവരുടെ OPEC ഫോർമേഷനും ഓയിൽ കാർട്ടൽ വരുന്നതും പിന്നീട് ഈ എണ്ണ വില കുതിച്ചുയർന്നതും ഒക്കെ. അപ്പോൾ ആ അവസരത്തിലാണ്, അപ്പോഴാണ് ഒമാൻ്റെ പുതിയ ഭരണാധികാരിയായിട്ട് സുൽത്താൻ കാബൂസ് ഏറ്റെടുക്കുന്നത് 1970-ൽ. അപ്പം അന്ന് ഒമാനിൽ ഒന്നുമില്ല. അപ്പോൾ ഒമാനികൾ വരുന്നത് ദുബൈയിലാണ്. ദുബൈയിലേക്ക് അവിടുന്ന് സാധനങ്ങൾ വേണ്ട ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയാലും ഭക്ഷണ സാധനമായാലും വേറെ എന്തെല്ലാം സാധനങ്ങളായാലും കാറുകൾ, വണ്ടികൾ, ഇതൊക്കെ മേടിക്കാൻ അവർ ഒമാനികൾ ദുബൈയിലാണ് വരിക. അങ്ങനെ വന്നപ്പോഴാണ് ദുബൈയിലെ എൻ്റെ വെച്ചിട്ട് അന്ന് സാലിം സെയ്ദ് അൽ അറേമിയായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് 1972-ൽ ഞാൻ ഒമാനിലെത്തുന്നത്. അപ്പോൾ ഒമാനിലെത്തുമ്പോൾ ഒമാനിൽ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലം. ആകെ 4-5 കിലോമീറ്റർ പേവ്ഡ് റോഡ്, ഒരു ചെറിയ വയർ സ്ട്രിപ്പ്, അത് ആഴ്ചയിൽ 2 ഫ്ലൈറ്റ് ദുബൈയിൽ നിന്ന് വരുന്നത്, പിന്നെ 2 സ്കൂള്, അവരുടെ ഓയിൽ റിസർവ്സോ കാര്യങ്ങളൊന്നും, 2 സ്കൂള്, 2 ഹോസ്പിറ്റല്, എണ്ണയുടെ കണ്ടെത്തിയതും എണ്ണ ചെറുതായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതും വളരെ ചുരുക്കം രീതിയിൽ. ഇപ്പോൾ സാർ അവിടെ ഒമാനിലൊരു കമ്പനി തുടങ്ങുക എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് എത്താനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഒമാനിൽ എന്ന് വെച്ചാൽ, കാരണം ഞാനിപ്പോൾ ഇവിടെ ദുബൈയിൽ നല്ല ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഒരു കോസ്റ്റ്യൻ എന്ന് പറഞ്ഞ യൂറോപ്യൻ കമ്പനി. പക്ഷെ അതിൽ ഫർദർ ഗ്രോത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ബിക്കോസ് സം ഓഫ് ദി അന്നും ആ കൊളോണിയൽ ഈറ അങ്ങ് പെട്ടെന്ന് മാറിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അപ്പോൾ ഒരു ഏഷ്യൻ നാഷണൽ കിട്ടാവുന്ന നല്ല ജോലികൾ അന്ന് കിട്ടിയത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ മേ ബി റിസർവ്ഡ് ഫോർ യൂറോപ്യൻസ്, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ വലിയ വളർച്ചയ്ക്ക് അവിടെ സാധ്യതയില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഹെഡ് ചെയ്തിട്ട് പോകാന്നുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴാണ് അങ്ങനെ പോയത്. സാറിനൊരു എപ്പോഴും ഒരു ശ്രദ്ധ, ഇപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്ഷൻ മറ്റ് ഫീൽഡിലോട്ടൊക്കെ പോയപ്പോഴും എഡ്യൂക്കേഷനിലൊരു പ്രത്യേക ശ്രദ്ധ സാറിന് ഉള്ളതായിട്ട് അത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ PM ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ കേരളത്തിൽ തുടങ്ങുന്നു. മോർ ദാൻ 30 years ആയിട്ട് അത് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം ഒമാനിൽ തന്നെ സാറിന് ആദ്യമായി അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ഒക്കെ തുടങ്ങിയത് സാറാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്താണ് എഡ്യൂക്കേഷനിൽ ഒരു സ്പെഷ്യൽ ഒരു അറ്റൻഷൻ സാർ കൊടുക്കാനുള്ള റീസൺ? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കഥ തന്നെ എടുത്ത് നോക്കുക. ഞാൻ
അന്ന് വലപ്പാട് ആ പോളിടെക്നിക് ഇല്ലായിരുന്നെങ്കിൽ ഞാനും അവിടുത്തെ പോലെ മറ്റുള്ള കുട്ടികളെ പോലെ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ടൈപ്പ് റൈറ്റിംഗോ അല്ലെങ്കിൽ സെക്രട്ടറി ഷോർട്ട് ഹാൻഡ് കോഴ്സ് എടുത്തിട്ട് വേറെ എന്തെങ്കിലും ജോലി അതിൽ ആയിപ്പോയനെ. തീർച്ചയായിട്ടും. പിന്നീട് കോളേജുകളൊക്കെ വന്നപ്പോൾ കൂടുതൽ സാധ്യതകളുണ്ടായി. അങ്ങനെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുന്നോട്ട് വരികയാണ്. അതേസമയം നമ്മുടെ ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്ത്യ വളരണമെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ വില്ലേജുകളിലുള്ള സാധാരണക്കാർ അവർ വളർന്നെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഒരു മൊത്തമായുള്ള വളർച്ച ഉണ്ടാവുള്ളൂ. ആ വളർച്ച ഉണ്ടാവണമെങ്കിൽ അത് വിദ്യാഭ്യാസത്തിലും കൂടെ പറ്റുള്ളൂ. അങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മളൊരു ഒരു എംപവർമെൻറ്റ്, അങ്ങനെയുള്ളൊരു ആ ഒരു മനസ്ഥിതി എൻ്റെ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഗൾഫിൽ ഒന്ന് അവിടെ പണി തുടങ്ങി, അവിടെ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാം എന്നുള്ള ഒരു സന്ദർഭങ്ങളുണ്ടായി. ഞങ്ങളുടെ ഗൾഫാർ എന്ന് പറഞ്ഞ കമ്പനിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൽ ജോലി ചെയ്ത് പോയിട്ടുള്ളവരുണ്ടാവും, ഇപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ജോലി കൊടുക്കാൻ ഫ്രം an employee to an employer, that transformation. Then we are trying to get more people from our area, from the back and also from the backward communities. And education was a little distant from the backward communities. Maybe various reasons, maybe they didn't have opportunity, or they were not attracted to that, or they were unaware of it. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിദ്യാഭ്യാസം കൊണ്ട്. പിന്നെ ഗൾഫിൽ പോയപ്പോൾ അറിയാം, അവിടെ വന്ന് നമ്മൾക്ക് ഇപ്പോൾ ഒരു എൻജിനീയർ ആയാലോ ഒരു അക്കൗണ്ടൻ്റ് ആയാലോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയാലോ ഒരു നേഴ്സ് ആയാലോ ഒക്കെ ഉണ്ടാകുന്ന അവിടെ ഉള്ള അവർക്കുള്ള കിട്ടുന്ന സ്വാധീനവും അവർക്ക് കിട്ടുന്ന എക്കണോമിക് ബെനിഫിറ്റ്സും ഒക്കെ കൂടി നോക്കുമ്പോൾ താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് അത്ര ശമ്പളം കിട്ടുമല്ലോ. അപ്പോൾ അന്ന് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ ദുബൈയിൽ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ സെയിൽസ്മാൻമാർ, അന്ന് ദുബൈ ഒന്നും അത്ര വളർന്നിട്ടില്ല. ദുബൈ എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, പോർട്ട് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്നും ഒരുപാട് മലയാളികൾ കണ്ടമാനം വർക്ക് ചെയ്തിരുന്നവരുണ്ടായിരുന്നു. പക്ഷെ അതിൽ നല്ലൊരു വിഭാഗം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ PM ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ കേരളത്തിൽ എനിക്ക് തോന്നുന്നു 10,000-കണക്കിന് വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ആൻഡ് എനിക്ക് PM ഫൗണ്ടേഷനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും, ഞാൻ അതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരാളാണ്, എനിക്ക് ഏറ്റവും ക്യൂരിയസ് ആയി തോന്നിയൊരു കാര്യം, ഇപ്പം നമ്മുടെ ചുറ്റും നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ളൊരു എഡ്യൂക്കേഷണൽ കൂട്ടായ്മകൾ ഉണ്ടാവാറുണ്ട്. പല രീതിയിലുള്ള ഓർഗനൈസേഷൻസ്, പല മഹല്ലുകൾ അല്ലെങ്കിൽ ലോക്കലി ഉള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ പലതും ദേ വിൽ ഡൈ ഡൗൺ ഇൻ ഒരു 5 to 10 years പലപ്പോഴും ഇത്തരം ഓർഗനൈസേഷൻസ് ഇങ്ങനെ നിന്ന് പോകാറുള്ളത് പൊതുവേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ PM ഫൗണ്ടേഷനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഒരു അത്ഭുതകരമായ കാര്യം, ഇറ്റ് ഹാസ് എന്താ പറയുക, അതെ. പക്ഷെ അത് അന്ന് തുടങ്ങാൻ ഉണ്ടായപ്പോൾ സമയത്ത് ഞാൻ വളരെ പലരോടും കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജസ്റ്റിസ് ഖാലിദ് സാഹിബായിട്ട് സംസാരിച്ചത്. അന്ന് സുപ്രീം കോടതി ജഡ്ജിയാണ്, അഹമ്മദ് സാഹിബ് ആയിട്ട് സംസാരിക്കുക. അങ്ങനെയാണ് ആ PM ഒരു ഫൗണ്ടേഷൻ will give I'll give some capital, endowment fund, by which that foundation can support people who wish to study higher education, to support, so that no one should avoid or deny an opportunity for lack of money എന്നുള്ളൊരു ആശയത്തിലെത്തി അതിനൊരു ഫണ്ട് നമ്മൾ എൻഡോമെൻ്റ് ഉണ്ടാക്കി ആവശ്യക്കാർക്ക് ഒന്ന് സ്കോളർഷിപ്പായിട്ടോ അല്ലെങ്കിൽ നോൺ ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ടോ അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മളാണ് ആദ്യം തുടങ്ങിയത്. പിന്നീടാണ് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ ഈ ഇൻട്രസ്റ്റ് ഫ്രീ ലോണൊക്കെ തുടങ്ങിയത്. അതിൻ്റെ ഒരു രസവും കൂടി പറഞ്ഞുതരാം. അന്ന് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എടുത്ത്
ഒരു നമ്മൾക്ക് ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഇന്നലെ എനിക്കൊരു മെസ്സേജ്, ഇന്നലെ രാത്രിയാണ് മെസ്സേജ് അയക്കുന്നത്, മമാലിക്ക ഒരു സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്, ഞാൻ ഇന്ന ആളാണ്, PM ഫൗണ്ടേഷൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഞാൻ പഠിച്ചത്, ഇന്നലെ എനിക്ക് ഗവൺമെൻറ് ഓർഡർ വന്നു, പ്രൊമോട്ടഡ് ടു ചീഫ് സെക്രട്ടറി. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷം, ഇതിപ്പോൾ പറയുമ്പോഴും എൻ്റെ ഒരു കോരിത്തിരിപ്പ് ഉണ്ടല്ലോ, ആ സന്തോഷം അദ്ദേഹം 2-3 കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, നമ്മൾ തുടങ്ങി വെച്ച ആ സംരംഭത്തിൽ നിന്ന് ഒരു ബെനിഫിഷ്യറി ഹാവിങ് enjoyed that benefits reach to the chief secretary of a state, that's a great satisfaction for me. അത് വലിയൊരു കാര്യമാണ്. ഞാൻ അന്ന് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ, നാട്ടിലെ അത് ഗ്രാമങ്ങളിലെ സാധാരണക്കാർ ഉയർന്ന് വരുമ്പോഴാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അന്ന് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, IAS എക്സാമിനേഷൻ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് ചിന്തിക്കുമല്ലോ, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല, നമുക്കുള്ളതല്ല എന്നുള്ളൊരു ധാരണയാണ് അവരുടെ മനസ്സിലുള്ളത്. അത് ഒക്കെ ചില പ്രത്യേക വിഭാഗക്കാർക്ക്, നല്ല കൂർമ്മ ബുദ്ധിയുള്ളവരും അവരെ പഠിക്കുന്നവരും ഉള്ളവർക്ക് മാത്രമാണെന്നുള്ള ഒരു ധാരണയാണ് അന്നത്തെ കാലത്ത്. ഞാൻ പറയുന്നത് 80കളിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ പൈസ ഇല്ലാത്തത് കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നിഷേധിച്ചുകൂടാ എന്ന ഒരു പ്രിൻസിപ്പിൾ വെച്ച്, പ്രത്യേകിച്ച് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസും ഈ IAS കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, സിവിൽ സർവീസ് എക്സാമിനേഷൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതി വെച്ചിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയത് PM ഫൗണ്ടേഷൻസ്. ഇന്ന് PM ഫൗണ്ടേഷൻ്റെ ആക്ടിവിറ്റീസ് പരിചയമില്ലാത്ത ആളുകൾ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും. അതായത് നമ്മൾ PM ഫൗണ്ടേഷനിൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ട സപ്പോർട്ട് നൽകുന്നുണ്ട്. CA CMA പോലെയുള്ള അക്കൗണ്ടൻസി പ്രൊഫഷണൽസ് ആവാൻ വേണ്ടി പഠിക്കുന്ന കമ്പനി സെക്രട്ടറീസ്, പിന്നെ ഈ നമ്മളുടെ കോളേജ് ഓഫ് എക്സലൻസ്, ഏറ്റവും നല്ല കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഒരു പക്ഷേ സ്കോളർഷിപ്പിലായിരിക്കും പഠിക്കുന്നത്, പക്ഷേ മറ്റുള്ള ചെലവുകളുണ്ടാവും. ഒരു ചുരുക്കിയത് ഒരു കൊല്ലം 50,000 റുപ്യ അതിനേക്കാളുണ്ട് സർ. അതായത് ഇപ്പോൾ IITസിലും NITസിലൊക്കെ ഇപ്പോൾ പെർ സെമസ്റ്ററിന് 90,000 ഒക്കെ ഫീസ് വരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ അവർക്ക് സ്കോളർഷിപ്സ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക, അവർക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കുക. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് കുറച്ച് ആൾക്കാർ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു പെർസ്പെച്വലായിട്ട്, ഇപ്പോൾ യു ആർ എ ബെനിഫിഷ്യറി, യു വിൽ ആൾസോ സ്പോൺസർ സം ഓഫ് ദ സ്റ്റുഡൻസ്. അങ്ങനെ ഒരു പെർപെച്വലായിട്ട് ഇത് നടക്കും എന്നുള്ള ഒരു ധാരണയായിരുന്നു. അൽഹംദുലില്ലാ ഇന്നും നടന്നു പോകുന്നുണ്ട്. ഐ ആം വെരി ഹാപ്പി. നമ്മുടെ ഫാമിലി അതിനൊരു പ്രത്യേക എൻഡോവ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. അത് നടന്നു പോകും, തുടർച്ചയായി പോകും. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിവിൽ സർവീസ്, CA CMA അല്ലെങ്കിൽ CS കമ്പനി സെക്രട്ടറി, അതേപോലെ 10th സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എക്സാം നടത്തി അവരുടെ ഒരു വ്യത്യാസങ്ങളും കൽപ്പിക്കാതെ അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് ഫെലോഷിപ്പ് നൽകുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസും അതേപോലെ തന്നെ അവർക്ക് സ്കോളർഷിപ്സും ഫീ അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം നൽകുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു 30 വർഷത്തിലധികമുള്ള ഒരു ലെഗസി PM ഫൗണ്ടേഷനെ സംബന്ധിച്ച് നമ്മൾ ഒരു 10,000-30,000 കുട്ടികൾക്ക് ബെനിഫിറ്റ്, 30,000-ലധികം കുട്ടികൾ ബെനിഫിറ്റ് ആയിട്ടുണ്ട് ഇതിൽ. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു SSLCയിൽ പഠിച്ച് പാസ്സായിട്ട് അവർക്ക് ആദ്യം കിട്ടുന്ന ഒരു അംഗീകാരമാണ്, പൊതു അംഗീകാരമാണ്. ഇപ്പോൾ പിന്നെ എല്ലാ വില്ലേജുകളിലും ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് 88 തുടങ്ങിയപ്പോൾ 90 നമ്മൾ ആദ്യത്തെ അവാർഡ്. 7 വർഷമായി. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നമ്മളൊരു അവാർഡ്, കുട്ടികൾക്കൊരു പ്രചോദനം, അവർക്കൊരു അവാർഡ് കിട്ടുക, അംഗീകാരം കൊടുക്കുക. അത് അംഗീകാരം കിട്ടുന്നത് ചിലപ്പോൾ മുഖ്യമന്ത്രികളായിരിക്കും, ചിലപ്പോൾ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരായിരിക്കും. അങ്ങനെ പ്രശസ്തരായ ആളുകളെ കൊണ്ടുവന്ന്
അവരുടെ സാന്നിധ്യത്തിൽ അത് കൊടുക്കുകയും അവർക്ക് നല്ല ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യുമെന്ന് വലിയ ചേഞ്ചസ്. നല്ല ചേച്ചാ ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഒരു ചീഫ് സെക്രട്ടറി ആയി വരെ പല IAS ചീഫ് സെക്രട്ടറി ആണ് IAS ഒരു അറ്റ്ലീസ്റ്റ് 30 years. അങ്ങോട്ട് അദ്ദേഹം ഒരു എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ PM ഫൗണ്ടേഷൻ്റെ അവാർഡ് കിട്ടിയ ആളാണ്. പലരും കഴിഞ്ഞ അവാർഡ് ഫംഗ്ഷന് ഞാൻ വന്നപ്പോഴേ ചില പാരന്റ്സും കുട്ടികളും പാരന്റ് അവാർഡ് വാങ്ങിയ ആളുകളാണ്. പാരന്റ് മേടിച്ചിട്ട് അവർ കുട്ടികൾക്ക് കൊണ്ട് അവർ ഗ്രാൻഡ് പാരന്റ് വരെ മേടിച്ചിട്ടുള്ളവരുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സാറിന് ഇതിന്റെ ഒരു ഫ്യൂച്ചർ, ഒരു PM ഫൗണ്ടേഷന്റെ ഒരു ഫ്യൂച്ചർ സാറ് കാണുന്നത്? കാരണം അന്നത്തെ കാലത്ത് ഇപ്പോൾ ലോകം മേ ബി ഒരുപാട് മാറി. സിവിൽ സർവീസ്, അതേപോലെ മേ ബി കൊമേഴ്സ് പ്രൊഫഷണൽസ്, ഇതിനൊക്കെ അപ്പുറം പുതിയ ടെക്നോളജികൾ വരുന്നു, പുതിയ കാര്യങ്ങൾ വരുന്നു. PM ഫൗണ്ടേഷന്റെ ഒരു വിഷൻ സാറിന്, ഒരു ഫ്യൂച്ചർ വിഷൻ സാറിന് എന്താണ്? PM ഫൗണ്ടേഷന്റെ വിഷൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഗാന്ധിജി പറഞ്ഞ കാര്യമാണ് അത്. ഈ നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം ശക്തമാവണമെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് വില്ലേജുകളിലെ സാധാരണക്കാരായ കുട്ടികൾ, വിദ്യാർത്ഥികൾ അവർ ശക്തരാവണം. ഇന്നിപ്പോൾ അത് ആ ഒരു മാറ്റം, ഒരു റെവല്യൂഷണറി ചേഞ്ച് പലരും രുടെയും സംഭാവനയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഗൾഫിന് വലിയൊരു പങ്കുണ്ട്. ഗൾഫിലെ ജോലി ചെയ്തവരും അവിടുത്തെ സാമ്പത്തിക വളർച്ചയും എല്ലാം കണ്ട് അവിടെ അവർ നേരിൽ കണ്ടറിഞ്ഞ വിദ്യാഭ്യാസം കൊണ്ടുള്ള മേന്മകളും അറിവുകളും എല്ലാം അവർ കണ്ടറിഞ്ഞ് അത് അവരുടെ കുട്ടികളിലേക്ക് വിദ്യരാക്കി. അല്ലെങ്കിൽ ഇവിടെ സ്വന്തമായി കോളേജുകൾ തുടങ്ങി, സ്വന്തമായി സ്കൂളുകൾ തുടങ്ങി, അല്ലെങ്കിൽ തുടങ്ങുന്നവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് പൈസ കൊടുത്ത് അങ്ങനെ ഒരു നല്ലൊരു റെവല്യൂഷൻ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, ഒന്ന് ക്രിയേറ്റ് അവെയർനെസ്, നോട്ട് ഓൺലി അവെയർനെസ്, ഗീവ് ദം എ ഹോപ്പ്, പ്രോമിസ്, ഒരു ഏർലി ഗോൾ സെറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ടു ഡ്രീം, നമ്മുടെ ഡ്രീം ബിഗ്, നമ്മുടെ APJ പറയുന്ന പോലെ ഒരു ഡ്രീം ബിഗ്. ഞാൻ പറഞ്ഞില്ലേ, അന്ന് കാലത്ത് ഒരു IAS ഓഫീസ് നമ്മൾ ഈ വില്ലേജിലെ നമ്മൾ IASനൊക്കെ പോയാൽ എവിടെ എത്താനാ, അല്ലെങ്കിൽ നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് നമ്മൾ എവിടെ എത്താനാ എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും ഇത് കഴിയുമെന്നുള്ള ഒരു അറ്റ്ലീസ്റ്റ് കഴിഞ്ഞില്ലെങ്കിലും കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. അതിന് ശ്രമിക്കുന്നവരുണ്ട്. ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് പുതിയൊരു ജനറേഷൻ നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, മേ ബി സാറിൻ്റെ ലൈഫ് ലെസൺസ് എന്നൊരു കാര്യം പുതിയ ജനറേഷന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി കയറണം, അല്ലെങ്കിൽ പെട്ടെന്ന് ലൈഫിൽ എന്തെങ്കിലും നേടണം. അതായത് കുട്ടികൾക്ക് പലപ്പോഴും ഒരു ഡിഗ്രി എടുക്കാനുള്ള ക്ഷമ പോലും ഇന്നില്ല, ഒരു പേഷ്യൻസ് പോലും. കാരണം ഇന്ന് എന്തെങ്കിലും സ്കിൽസ് മതി, ഡിഗ്രി തന്നെ വേണോ, കോളേജിൽ പോകണോ എന്നുള്ള ചിന്താഗതിയൊക്കെ കുട്ടികളെ അതുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾ വരുന്നത് ഒരു നോട്ട് ഫ്രം എ പുവർ ബാക്ക്ഗ്രൗണ്ട്. ദേ ഹാവ് ആൾറെഡി സീൻ ഇന്നത്തെ മോഡേൺ ഏജിൽ ഇലക്ട്രോണിക് ഇറ കഴിഞ്ഞ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇത് നമ്മളിപ്പോൾ information is in your fingertips. You don't have to read also. People are asking any information, I can ask ChatGPT. I don't know what is artificial intelligence, what they are going to do. People like you are the young, you all should know. So പിന്നെ ഇത് ഞാൻ ആണ് ഇതിൻ്റെ ഫൗണ്ടർ എങ്കിലും I don't influence any decision. അതിലിപ്പോൾ മുഹമ്മദ് അനീസ് സാറാണ് അത് ചെയർമാന്. നിങ്ങൾ യു ആർ എ ട്രസ്റ്റി, യു എസ് എ ആൾ എഡ്യൂക്കേഷണലിസ്റ്റ്. അതിലിപ്പോൾ നമ്മുടെ CH റഹീം സാഹിബ് ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, നമ്മുടെ അഷ്റഫ് കടക്കൽ, മറ്റ് അഷ്റഫ് വേറെ പ്രൊഫസർ, മുബാറക് പാഷ, ഇവരൊക്കെയല്ലേ ഇതിൻ്റെ ട്രസ്റ്റീസ്. മകൾ ഖദീജ, ഷീസ് എ ട്രസ്റ്റി. അപ്പോൾ ഈ ഒരു ട്രസ്റ്റീസ് എന്ന് പറഞ്ഞ ഒരു യങ് ജനറേഷനാണ്. അത് ദേ ആർ ബിലോ അറൗണ്ട് 50 year. അപ്പോൾ ദേ വിൽ, ആസ് ദ സിറ്റുവേഷൻ ചേഞ്ചസ്, ദേ ഹാവ് ടു prioritize, they change their priorities and adapt to the situation എന്നുള്ള എനിക്ക് പറയാനുള്ളൂ. പക്ഷേ വി ഹാവ് ക്രിയേറ്റഡ് എൻ അവയർനെസ്, ക്യാൻ ഡു ആറ്റിറ്റ്യൂഡ്. നമ്മൾക്ക് എന്തൊരു കാര്യത്തിനും ഒരു ആത്മവിശ്വാസം,
ഒന്ന്. പിന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പറഞ്ഞ ചീഫ് സെക്രട്ടറി വന്ന് അദ്ദേഹം ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിന് ഓർഡർ കിട്ടിയത്. എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മുടെ നാളെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് റെഡി ആയിട്ട്, ഞാൻ ക്ഷണിക്കുന്നതിന് മുമ്പ് മൂപ്പര് നാളെ അവാർഡ് ഫംഗ്ഷൻ വരുന്നത്. അതായത് ഇന്ന് രാത്രി ഡിന്നർ കഴിഞ്ഞിട്ട് 12 മണിക്കോ മറ്റോ ഫ്ലൈറ്റ് ഗുവാഹട്ടിന്നോ എങ്ങനെയെന്ന് എനിക്കറിയില്ല അദ്ദേഹം എത്തണത്. നാളെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ തിരിച്ചു പോവും എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ഇവിടെ ഈ 1 മണിക്കൂറിന് നമ്മുടെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഉടനെ തിരിച്ചു പോവും. അപ്പോൾ ഇതിലൊരു സംഭവം ഞാൻ നേരത്തെ ചോദിച്ചല്ലോ സാറോട്, അതായത് ഒരു യങ്ങർ ജനറേഷൻ പെട്ടെന്നൊരു റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ സാറിൻ്റെ ഒരു ജേണി നോക്കുകയാണെങ്കിലും അങ്ങനെ സംഭവിക്കും. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്താലും അത് വലിയ വളർച്ചയിലേക്ക് പോകില്ല എന്നുള്ളത് വിശ്വസിക്കാരനാണ് ഞാൻ. കാരണം നമ്മൾ പൈസ ഉണ്ടാക്കുക വെച്ചാൽ ആ ബിസിനസ് വളരില്ല. അപ്പോൾ money making should not be your business. Business is, you should focus on business, and money will be a byproduct of your success. നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ആഡ് ചെയ്യുന്നത്, ആ money, that is, then the business will grow, money will flow. പിന്നെ there is no shortcut to it. Shortcut ഒക്കെ അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ that will not last. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്കൊക്കെ പോയിക്കൂടെ, നമ്മൾ അങ്ങനെയാണെന്നല്ലേ അത്. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. അതിപ്പോൾ എല്ലാവർക്കും ഒന്നുമില്ല. ചിലവർക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള, പിന്നെ സ്വന്തം നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസ ഒക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒക്കെ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. വാപ്പാടെ ബിസിനസ്സിൽ കൂടെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സാറിൻ്റെ ഒരു ജേർണിയിലും ലൈക്ക് ഇറ്റ് ടുക്ക് ടൈം, റൈറ്റ്? ഒരു സമയം എടുത്തിട്ട്. My growth is always gradual. But I had the opportunity and I focused on my business. And I had and always, whenever I wanted to create employment for the fellow countrymen, and I have to give back whatever I can give to the community. വീട് പണിയാനോ അല്ലെങ്കിൽ സ്കൂൾ പണിയാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനോ അതെല്ലാം നമ്മൾ അന്ന് മുതലേ നമ്മൾ വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. Now, Khadija madam asked me to ask you 2 questions. Okay. ഖദീജ മാഡം സാറിൻ്റെ മോളാണ്, അവർ നമ്മൾ ട്രസ്റ്റ് ചെയ്യാണ്. ഞാൻ ഖദീജ മാഡത്തിനോട് ഇതിൻ്റെ ഡിസ്കസ് ചെയ്തപ്പോൾ സാറിനോട് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. One thing is, what did you tell yourself when things got hard? സ്വാഭാവികമായിട്ടും കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും ഈ ജേർണിയിൽ. വാട്ട് ഡിഡ് യു ടെൽ യുവർ സെൽഫ്? ബുദ്ധിമുട്ടുകൾ, ഏതൊരു ബുദ്ധിമുട്ടിനും തരണം ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് തരുന്നത്. ദാറ്റ് ഈസ് യുവർ ഓൺ സെൽഫ് കോൺഫിഡൻസ്. ദാറ്റ് ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ് റോങ്, ഓർ ഐ വിൽ നോട്ട് ഡു എനിത്തിങ് റോങ്, ആൻഡ് ഐ ഹാവ് ദ കറേജ് ടു complete my mission, whatever I have promised. That courage, that confidence, and can do that attitude, and always been grateful to those who have supported me on this. Yes. And the second thing is, what does leadership mean to you? Leadership എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താ? See that leadership, when I say, I always, during my journey, I always led from the front, and I always walked in the front. And whenever there is an uncertainty, or when there is a danger, or when there is like in say hidden or unknowns, Yes. I have taken, see what can happen. I have prepared a plan, and I have always been on the front, taking decision on time. Yes. Taking decision, whatever may be, it is very important that be a rush to the scene. Rush to the scene, evaluate the situation, take a decision, and move forward. Okay. With the courage. Yes. Yeah. Okay. ഇപ്പോൾ ഗോയിങ് ടു ദ ഫൈനൽ പാർട്ട്, ഇപ്പോൾ ഇന്ന് ഒരുപാട് യൂത്ത്
പുറത്തിറങ്ങുന്നുണ്ട്. സോ ഇപ്പോൾ വെൻ യു സീ എവ്രി വൺ ഹാസ് ഡിഗ്രി. ഇപ്പോൾ അന്നത്തെ പോലെ സാർ പറഞ്ഞ പോലെ മുമ്പ് ഇപ്പോൾ ഒരു ഡിഗ്രി ഇല്ലാത്തൊരു പ്രശ്നമോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത പ്രശ്നമോ ആർക്കും ഇല്ല. ബട്ട് ആർ വി ആക്ച്വലി ലാക്കിങ് ഒരു മേ ബി ഒരു ജോബിൽ സർവൈവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് ഉണ്ടാക്കാനുള്ള ഒരു നെസസറി സ്കിൽ സെറ്റ് നമുക്ക് എവിടേക്കോ മിസ്സാവുന്നുണ്ടോ? ഓർ വാട്ട് ഷുഡ് ദ യൂത്ത് ഫോക്കസ് ഓൺ? See, first of all, you should be ready to work. You should ready to dirty your hands. And you should accept the challenges in it. You have to take some calculated risk. If it is you are venturing into unknown territory. So these are the things. But you don't need degrees after few years of your initial working. Then nobody look at your certificate. Soft skills may be more important. Basically your attitude. Now you look at you go to a doctor. There may be a doctor with long degrees, and if he don't talk to you properly, will you go to him again? Yes, correct. Or a lawyer, will you go to him? Whereas a person who listen, you have to give time to your other party to listen. Then when you listen, it comforts the other person, and also you understand it before you reach on a judgment. So give time. That's something personal I wanted to ask you, because you have been listed as one of the most wealthiest persons, among the list of wealthiest persons from Kerala. ഈ മണി അല്ലെങ്കിൽ വെൽത്ത് എന്നുള്ളത് ഹൗ മച്ച് ഹാപ്പിനെസ് വി ക്യാൻ പ്രൊവൈഡ് ടു അസ് ഇൻ അവർ ലൈഫ്, ഓർ വാട്ട് മേക്സ് യു ആക്ച്വലി ഹാപ്പി? See, yesterday night when I had a call from Shakil was one of the happiest moment. Yes. So money. See, I have school in Oman, 1990. I started the school. Khadija only did the prayer for the foundation ceremony. That school has produced the best students in Oman. And that gave me a greatest satisfaction than money from my business. Yes. You see, the money is needed. Money is a power. Power always may not give you satisfaction. That satisfaction, if you want to achieve, or that contentment you want to achieve, that you have that inner self satisfaction is important. നമ്മൾ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള See, when that, if you can give someone, help someone, and that to see that joy in his face, it's a great thing to it. ഓക്കെ. യു ഹവ് ട്രാവൽഡ് അറൗണ്ട് ദ വേൾഡ്, റൈറ്റ്? കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. നൗ ഒരു 1970s സാറ് ദുബായിൽ പോയി അല്ലെങ്കിൽ ഈവൻ ഒമാനിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒമാനിലൊരു കണ്ടീഷൻസ് സാറ് പറഞ്ഞു, റൈറ്റ്? ആൻഡ് മേ ബി ഒരു നോർമൽ പേഴ്സണിൻ്റെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ ദർ വർ നോ ഓപ്പർച്യൂണിറ്റീസ്, ബട്ട് ഇവിടെ മേ ബി ലാക്ക് ഓഫ് ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ കണ്ടപ്പോൾ യു സോ ആൻ ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? അത് റൈറ്റ്, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. നൗ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മേ ബി ഫോർ ദ യൂത്ത് ടു എക്സ്പ്ലോർ, ഇപ്പോൾ ദുബായ്, ഒമാൻ, എവറിത്തിങ് ഹാസ് എക്സ്പ്ലോർഡ് ഇൻ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. ഇന്ന് മേ ബി ഫ്രം യുവർ ട്രാവൽ എക്സ്പീരിയൻസ് ഓർ വാട്ട് എവർ യു ഹവ് സീൻ ദ വേൾഡ്, ലൈക്ക് ഇന്ന് ഏതൊരു കൺട്രി ആയിരിക്കും ഒരു കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഫ്യൂച്ചർ അൺലോക്ക് ചെയ്യാൻ പോകുന്നത്? I would certainly say India. India will have greater opportunities. India has a developing country. And India's youth, you have 400 million youth, young, whereas the other countries have an aging population. Maybe China is ahead of us, Europe is ahead of us, but there they have aging population. Today, the most important element for a development of a country, I would say, human resources, natural resources, and enabling legislation. If these three things are there, you can convert a desert into an oasis. And that is what you have seen in the Gulf, and that is what you have seen in Singapore, Hong Kong. These are all living examples of power of human resources, power of natural resources, and the enabling
right legislation. നമ്മുടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു നമ്മൾ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയാണ് above all. I would say that our identity should be Indian. And we are Indian Muslim, not Muslim Indian. Indian identity we have to up with, that is very... You are working a lot on communal harmony related activities. Yeah. But so that I wanted... what is, when you travel, what do you carry? Your beer or your Indian passport? Indian passport. Indian passport. That is your identity. Yeah? So, no, there is no Hindu country, or there is no Hindu passport. There is no Muslim passport. There is no Christian passport. You have Indian passport. You have a British passport. You have American passport. It is so our prime loyalty, our identity, and our pride must be our country. That's a message I would like to Share with everyone. Share with them. And because I know that we are going through a different situation where we always believe that right is might. It's now present situation, there is people think might is right, which will not. This will be a temporary thing. World history നോക്കുകയാണെങ്കിൽ there are cycles of change. I would say a right is might. So always stand with the rights and become mightier some point. Yes, it will. Yeah. Okay. Yes. So thanks a lot for sir. Thank you, sir. Thank you